ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന 15 ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാനാണ്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വരാൻ പോകുന്ന 14 ദിവസത്തിൽ നിങ്ങൾ കുറച്ച് ഒന്ന് ആവശ്യമില്ലാതെ ഇങ്ങനൊരു ചിന്ത ഉണ്ടാവും നിങ്ങൾക്ക്. കാരണം ഒരു വ്യക്തി നിങ്ങളുടെ മേൽ മോശം ആരോപണങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥ വരും. എന്തിനാണ് ആ വ്യക്തി എന്നോട് അങ്ങനെ കാണിച്ചത്, എന്തിനാണ് അവർ എന്നോട് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും വരാൻ പോകുന്ന സമയം. അതായത് ആ വ്യക്തി നിങ്ങളെ തെറ്റായ രീതിയിൽ ജഡ്ജ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാവരുടെ മുന്നിൽ തെറ്റായ രീതിയിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വിഷമമാവത്തില്ലേ അങ്ങനെ. ഇവിടെ ചില സമയം നിങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, പക്ഷേ ആ സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആവുന്നു. മറ്റുള്ളവർ നിങ്ങളെ മോശം രീതിയിൽ ജഡ്ജ് ചെയ്യും, മോശം രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ആരോപണം നിങ്ങൾക്ക് നേരെ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും പറയാൻ സാധിക്കത്തില്ല. പറഞ്ഞാലും അവർ വിശ്വസിക്കത്തുമില്ല. ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഭാവമാണ് നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഫീലിംഗ് വരാൻ പോകുന്ന 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാകും. വർക്ക് ലോഡ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു സമയം. ഇവിടെ ജോലിയുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ വർക്കഹോളിക് ആവുന്നതിൻ്റെ കൂടെ തന്നെ ടെൻഷനും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ചൊന്ന് പാടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വീട്ടിലെ കാര്യം, ജോലിക്കാര്യം, അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് പാടാവും. ഇവിടെ നിങ്ങൾ ശരിയായിട്ട് പോലും നിങ്ങൾ തെറ്റായിട്ട് ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അവരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ടിരിക്കുക. ശരിയായ ഒരു ടൈം നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കും എന്ന് മാത്രം വിചാരിക്കുക. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. യൂണിവേഴ്സ് ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ന്യായം നടത്തുന്നതാണ്. അത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും നിങ്ങളോട് തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അവർ സ്വയം അവർക്ക് വേണ്ടി തന്നെ കുഴി തോണ്ടുകയാണ് എന്ന്. ഇവിടെ 100% ഞാൻ പറയുകയാണ്, ആ വ്യക്തിക്ക് കർമ്മ റിട്ടേൺ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ടിരിക്കുക. യൂണിവേഴ്സ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ പരിവർത്തനമായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് നമ്മുടെ ആ ഒരു നല്ല കാര്യത്തെ പോലും വെറുതെ മോശമാക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ നിശ്ചയത്തോടെ ഇരിക്കുക. കർമ്മ റിട്ടേൺ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് വർക്ക് ലോഡ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബാലൻസ് എപ്പോഴും രണ്ടിലും കൊണ്ടുപോകുക. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും. പിന്നെ ഹെൽത്തിൻ്റെ കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ എന്തായാലും എല്ലാം മാനേജ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കും. എന്നാലും നിങ്ങളോട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതായത് ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു തോന്നലുണ്ടാവും, ദൈവമേ എത്ര നാൾ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ ആരോപണം സഹിക്കണം. അവർ ആരോപണം പറയുന്നത് പോട്ടെ, പക്ഷെ ഇവരും അങ്ങനെ പറയുന്നല്ലോ. അങ്ങനൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് തോന്നും എത്ര നാൾ ഞാൻ ഈ ഒരു പാറ്റേൺ സഹിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. പേഷ്യൻസായിട്ടിരിക്കുക, എല്ലാം നേരെയാകുന്നതാണ്. അപ്പോൾ ഈ ഒരു 15 ദിവസം ഒന്ന് മുന്നോട്ട് പോട്ടെ. ആ 15 ദിവസത്തിനുള്ളിൽ ആര് നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞാലും നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട. യൂണിവേഴ്സ് അർപ്പിക്കുക എല്ലാ വിഷമവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു 15 ദിവസം പോയി കഴിയുമ്പോൾ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആദ്യം ആൾക്കാർ നിങ്ങളെ തെറ്റായി ജഡ്ജ് ചെയ്യുമെങ്കിൽ പിന്നെ ഈ ഒരു 15 ദിവസം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും തെറ്റേത് ശരിയേത് എന്ന്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സത്യം ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി അധികം താമസമൊന്നും വേണ്ടി വരത്തില്ല. ഉടനെ തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ആരൊക്കെ നിങ്ങൾക്കെതിരെ മോശം പറഞ്ഞാലും സത്യം ഉറപ്പായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും പെട്ടെന്ന്.
ഇവിടെ ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് നേരെ മോശം ദൃഷ്ടി വച്ച് ഓരോന്ന് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആരാണെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ഈ വ്യക്തിയാണല്ലേ എനിക്കെതിരെ ഓരോ പ്ലാനിങ് ചെയ്തത്, എനിക്ക് ഇത്രയും കാലം മനസ്സിലായില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആരാണ് ഈ ഒരു കള്ളൻ അല്ലെങ്കിൽ കള്ളി നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കള്ളനോ കള്ളിയോ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ന്യായം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ വ്യക്തിയെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ഒരു തോന്നലുണ്ടാവത്തില്ല, ഈ വ്യക്തി ഇങ്ങനെ എന്നോട് ചെയ്യുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനൊരു വ്യക്തിയുടെ യഥാർത്ഥ മുഖമാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജോബ് ഇല്ല എങ്കിൽ ജോബ് ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു ഈ 15 ദിവസത്തിനുള്ളിൽ. അത് നിങ്ങളുടെ ഈ ഒരു സംഘർഷം, അതായത് നിങ്ങൾക്ക് ഇത്ര ഡിഗ്രി ഉണ്ട്, നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ ആ ഒരു പഠിത്തം എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നില്ല എങ്കിൽ ആ ഒരു ഇതിൽ സംഘർഷത്തിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ. സത്യം പറഞ്ഞാൽ ഈ ഒരു ദുഃഖം നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉണ്ട്, പക്ഷെ ആരോടും നിങ്ങൾ പറയാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു അവസരം വരിക, ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് വരുന്നതിലൂടെ ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് വരും, ആ ഓഫർ നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ 5 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ മിസ്റ്ററി ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ ലൈഫിലെന്ന്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് ആരെങ്കിലും മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും അറിയണം ദൈവമേ, അത്രമാത്രമാണ് ഈ വ്യക്തി എന്നോട് മോശം ചെയ്യുന്നത്, ആൾക്കാരുടെ മുന്നിൽ നല്ല മുഖവുമായിട്ടാണ് അവർ നടക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. അതായത് ഈ വ്യക്തിയുടെ സത്യാവസ്ഥ എല്ലാവരും അറിയണമെന്ന്. പക്ഷേ നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ ആരുടെയാണോ സത്യം പുറത്ത് വരേണ്ടത് അവരുടെ സത്യം പുറത്ത് വരും. അതായത് ആ വ്യക്തി മോശം ആരോപണം നിങ്ങളുടെ മേൽ വയ്ക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മോശം രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എല്ലാവരും അറിയണം. നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഉള്ളിൽ ഇവർ എങ്ങനെയാണ് സ്വഭാവം വച്ചേക്കുന്നത്, പുറത്ത് എന്താണ് കാണിക്കുന്നത്, യഥാർത്ഥ സ്വഭാവം എല്ലാവരും അറിയണം. ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ അത് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു മിസ്റ്ററി ആയിട്ട് തോന്നും ഈ ഒരു കാര്യം നടക്കുമ്പോൾ. അതായത് ആരാണോ നിങ്ങളെ കുഴിയിൽ വീഴ്ത്താൻ നോക്കുന്നത്, സ്വയം ആ ഒരു കുഴിയിൽ അവർ വീഴുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആദ്യമൊക്കെ ഈ 5 ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളുമൊക്കെ ആണെങ്കിലും പതുക്കെ പോകെ ഒരു അലൈൻമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആദ്യമൊക്കെ നമുക്ക് അനുഭവിക്കേണ്ട അവസ്ഥയാണ്. പിന്നെ കാര്യങ്ങൾ നമ്മുടെ ഫേവറിൽ വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ടാകും. ദൈവം എന്നെ അത്രയും അനുഭവിച്ചാലും ഇപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടന്നല്ലോ എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ദൈവം മുന്നേക്കൂട്ടി തന്നെ എന്ത് കാര്യം നിങ്ങളുടെ കൂടെ മോശം സംഭവിച്ചാലും നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഇത് ഇപ്പോൾ സമയം നിങ്ങളുടെ ഫേവറിലല്ല, പക്ഷേ നാളെ സമയം നിങ്ങളുടെ ഫേവറിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് എല്ലാം നടക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് പേഷ്യൻസായിട്ട് ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നത്. കാരണം ദൈവത്തിനറിയാം നിങ്ങളോട് മോശം ചെയ്തവർക്ക് ഉറപ്പായിട്ടും ശിക്ഷ ദൈവം കൊടുക്കുമെന്ന്. ഇവിടെ ജോലിയുടെ ആ ഒരു പ്രഷർ നിങ്ങൾക്ക് കൂടും. പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങൾ നിങ്ങൾ നോക്കാതെ പോവരുത്. നല്ല രീതിയിൽ ഹെൽത്ത് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. കുറച്ച് ബാക്ക് പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾ എണീച്ച് നടന്നിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽസിനൊക്കെ ഒരു റിലാക്സേഷൻ ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരേ കണക്ക് നിങ്ങളോട് ഇരിക്കണ്ട എന്ന് പറഞ്ഞത്. പറ്റുമെങ്കിൽ വരാൻ പോകുന്ന 5 ദിവസം നിങ്ങൾ വൈറ്റ് കളർ വസ്ത്രം കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വൈറ്റ് കളർ വസ്ത്രം നിങ്ങൾ ധരിക്കുന്നതിലൂടെ നിങ്ങളുടെ മാനസിക ശാന്തിക്ക് ഒരു ഭംഗം വരികയില്ല.
ഇവിടെ ചില ആൾക്കാരുടെ മോശം ദൃഷ്ടി കാരണമാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ല നിങ്ങളുടെ ആ ഒരു പ്രശ്നം കൊണ്ടല്ല. നിങ്ങൾ നല്ല രീതിയിൽ വർക്കഹോളിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ദൃഷ്ടി കാരണം നിങ്ങൾക്ക് കുറച്ച് അശാന്തി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങൾ ഐസൊലേറ്റ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, ഇൻവെസ്റ്റ് ചെയ്ത അടുത്തുനിന്ന് കിട്ടുന്നതായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രമോഷൻ ലഭിക്കുന്നതായിട്ട്, ഇല്ലെങ്കിൽ ബിസിനസ്സിൽ ലാഭം ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ട്, എന്തായാലും ക്യാഷ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ 2 ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് രാവിലെ തൊട്ട് ഉച്ചവരെ ഒരു ജോലി, ഉച്ചയ്ക്ക് ശേഷം വേറെ ഏതെങ്കിലും ജോലി, അങ്ങനെ ഒരുമിച്ച് 2 ജോലികൾ കൊണ്ടുപോകുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർക്കും ക്യാഷിൻ്റെ ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തായാലും ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നല്ല ഒരു ഉന്നതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയുള്ളവർക്കും ക്യാഷിൻ്റെ ആ ഒരു ഇത് കൂടുതലായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ധനം റിലേറ്റഡ് ആയിട്ട് ലാഭം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു സമയമാണ് ഇപ്പോൾ ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. ഇവിടെ എന്തോ വലിയ ഒരു കാര്യം നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു പർച്ചേസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ 2 വീലർ വാങ്ങിക്കുന്നതായിരിക്കാം, 4 വീലർ വാങ്ങിക്കുന്നതായിരിക്കാം, ഗോൾഡ് വാങ്ങിക്കുന്നതായിരിക്കാം. എന്തായാലും നല്ല ഒരു പർച്ചേസ് നിങ്ങൾ നടക്കത്തും. ഇവിടെ എപ്പോഴാണോ നിങ്ങൾ സാധനം വാങ്ങിക്കാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു വാല്യൂ ഭയങ്കരമായിട്ട് ഉയർന്നു നിന്ന സമയമാണ് ഇന്നലെ മെനിഞ്ഞാന്നും ഒക്കെ. പക്ഷെ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സമയം അതിൻ്റെ വാല്യൂ കുറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചായിരിക്കും നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടാകും. ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിൻ്റെ അപ്പുറം പൈസയാകുമെന്ന്. പക്ഷേ ഞാൻ വിചാരിക്കുന്നതിനപ്പുറം പൈസ കുറവാണല്ലോ എൻ്റെ കയ്യിൽ നിന്നായത്. നല്ല സാധനവും എനിക്ക് ലഭിച്ചല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരും. അപ്പോൾ ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ കൂടെ ഫസ്റ്റ് ടൈം ആയിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ സാധനത്തിൻ്റെ വില കുറയുന്നത്, അതിലൂടെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന കാര്യം. കാരണം നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സാധനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവത്തില്ലേ? അങ്ങനൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്താണോ വാങ്ങിക്കുന്നത് അത് വളരെ ശുഭമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഒത്തിരി ലാഭങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. മുന്നത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞു, ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും, ആ സാധനത്തിലൂടെ നിങ്ങൾക്ക് പല നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന്. ഇത് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഒരിക്കലും ചെയ്യരുത്. ഇത് സ്വയം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ല ദിവസം വരുമ്പോൾ, വിഷുവോ ഓണമോ അല്ലെങ്കിൽ ബർത്ത്ഡേയോ എന്തെങ്കിലും നല്ല ദിവസം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകത്തില്ല. അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്തോ നല്ല ഒരു കാര്യം നിങ്ങൾ വാങ്ങിക്കുന്നതും അത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ലത് മാത്രം സംഭവിക്കുന്നതും. ഇവിടെ എന്തായാലും നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ എന്തോ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ വരാൻ പോകുന്ന 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചില ആൾക്കാർ ഗിൽറ്റിലാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ യൂണിവേഴ്സൽ ഫെയ്ത്ത് വയ്ക്കുക. ഒരിക്കലും നിങ്ങളുടെ കൂടെ മോശം ചെയ്തവർക്ക് കർമ്മ റിട്ടേൺ ഉണ്ടാവാതിരിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഏത് വ്യക്തിയാണോ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മിസ്റ്ററി പോലെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഏതോ ഒരു വ്യക്തി അങ്ങനെയാണ്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമവും നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു
ബുദ്ധിമുട്ടും ഈ ഒരു വ്യക്തിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എന്ന ഭാരം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയാൽ നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്താകും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും അറിയാം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കർമ്മ റിട്ടേൺ ആകുമെന്ന്, നിങ്ങളോടിങ്ങനെ മോശം ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഇവരുടെ സ്വഭാവം മാറ്റിയില്ല, നിങ്ങളോടും വളരെ മോശമായിട്ട് തന്നെ പെരുമാറിക്കൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തിന് വിഷമിക്കണം? ആ വ്യക്തി അവരുടെ ആ ഒരു കർമ്മഫലത്തിൻ്റെ ആ ഒരു ഇത് വീണ്ടും ക്രിയേറ്റ് ആക്കിയിരിക്കുകയാണ് നിങ്ങളോട് മോശം ചെയ്തിട്ട്. അപ്പോൾ അവർക്കാണ് ഇനി പേടിക്കണം. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഗിൽറ്റിൽ വരേണ്ട ആവശ്യമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ദുഷ്ട സ്വഭാവമാണ് ഉള്ളതെങ്കിൽ പുറത്ത് അങ്ങനെയുള്ള ഭാവമായിരിക്കും അവർ കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്ത് തെറ്റാണോ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ഇത് ഈ പൂർണ്ണമായിട്ടും ലൈഫിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് തന്നെ ഇങ്ങനെ തോന്നും, ഞാൻ എന്തിനാ ആ വ്യക്തിയോട് തെറ്റ് ചെയ്തു എന്ന് ഈശ്വരൻ അവരെ കൊണ്ട് തോന്നിപ്പിക്കും. ഓരോ സമയവും അവർ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ അവരോട് ഞാൻ തെറ്റ് ചെയ്യേണ്ടായിരുന്നു, അങ്ങനെ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള തോന്നൽ എല്ലാ സമയവും അവർക്കുണ്ടാവും. കാരണം ഒരു വ്യക്തിക്ക് ഒരു പെർമിഷനുമില്ല മറ്റൊരാളുടെ ലൈഫിൽ മോശം ചെയ്യാനായിട്ട്. കാരണം അവർ അങ്ങനെ മോശം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ അവർ വിചാരിക്കണം നാളെ എനിക്കും ഇങ്ങനൊരു സമയം ഉണ്ടാകുമെന്ന്. അതവർ വിചാരിക്കില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരിയും തെറ്റും ക്യാഷിൻ്റെ മുമ്പിൽ 0 ആകും. കാരണം ആ ഒരു സമയം ക്യാഷ് ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവം നോക്കുന്നില്ല, അവർക്ക് ആ ഒരു കർമ്മഫലം കിട്ടുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം നിങ്ങൾ അനുഭവിച്ചത് ഈ വ്യക്തി കാരണമാണ്. ഈ വ്യക്തി ഇല്ല എന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ ട്രാൻസ്ഫോർമേഷൻ, ഇത്രയും വലിയ വിഷമം ഒന്നും അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഈ വ്യക്തി ഒത്തിരി പശ്ചാത്തപിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളോട് മാപ്പും ചോദിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവർക്ക് മാപ്പ് ചോദിക്കാനുള്ള ധൈര്യം പോലും ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ മോശം ഇവർ ചെയ്തത്. ഇവിടെ സമയം ഇവരെ പല പ്രാവശ്യവും വാണിംഗ് കൊടുത്തു നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന്. പക്ഷെ അപ്പോഴൊന്നും ഇവർ മനസ്സിലാക്കിയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച അതേ സെയിം അവസ്ഥയിൽ ഇവർ വരാൻ പോകുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ മറ്റുള്ള ആൾക്കാർ എൻട്രി ചെയ്യുന്നതാണ് മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഇവർ എൻട്രി ചെയ്തില്ല. അതേപോലെ ഇവരുടെ ജീവിതത്തിൽ മറ്റുള്ള ആൾക്കാർ എൻട്രി ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഇതേ സെയിം ഇത് നിങ്ങളുടെ ലൈഫിലും ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് അവർക്കിപ്പോൾ അവരുടെ ലൈഫിലും ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. ആവശ്യമില്ലാതെ നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെയുള്ള വഴക്കുണ്ടാവാനുള്ള സാഹചര്യം ഈ വ്യക്തി ക്രിയേറ്റ് ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരാണോ നിങ്ങളുടെ ലൈഫിൽ മോശം ചെയ്തത് അവരുടെ ലൈഫിൽ ഈ 15 ദിവസത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. അവർക്കിപ്പോൾ വളരെ സന്തോഷമായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും, അവരുടെ ലൈഫിലെല്ലാം നല്ലതാണ്, ചെറിയ സന്തോഷമൊക്കെ ഉണ്ടെന്ന്. പക്ഷേ പോകെ പോകെ അവർക്ക് മനസ്സിലാകും അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഈ വ്യക്തി നിങ്ങളുടെ മാനസിക ശാന്തിയെ ഇല്ലാതാക്കി. അതേപോലെ ഇവരുടെ ലൈഫിൽ മാനസിക ശാന്തി ഇല്ലാതാവുന്നതാണ്. ഇവിടെ ഇവർക്ക് കുറച്ച് സന്തോഷം ദൈവം ക്ഷണനേരത്തേക്ക് കൊടുക്കുന്നതാണ്. നീ കുറച്ച് സന്തോഷിച്ചോ, ഇനി അങ്ങോട്ട് നിനക്ക് കരയാനുള്ളതല്ലേ എന്നുള്ള രീതിയിൽ. കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ പ്രശ്നം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ ലൈഫിലും ഇതേപോലെ പ്രശ്നം വരുമെന്ന്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വിക്ടം പ്ലേ ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള ആൾക്കാരുടെ ആ ഒരു സ്ഥാനം കൈയെടുക്കുക, അങ്ങനെയൊക്കെ ഇവർ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നീ തെറ്റ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് വിക്ടം കാർഡ് ഇറക്കി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ എന്തായാലും ഇവരുടെ വലയിൽ വീഴ്ത്താൻ പറ്റും. പക്ഷേ ഈശ്വരന് ഒരിക്കലും ഈ വ്യക്തിക്ക് ആ വലയിൽ വീഴ്ത്താൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങളുടെ കൂടെ ഇങ്ങനെയെങ്കിൽ ആരെങ്കിലും മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരനിൽ സമർപ്പിക്കുക. ഈശ്വരൻ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ന്യായം പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ബിലീവ് ചെയ്യണം ഈശ്വരനിൽ, പേഷ്യൻസ് ആയിട്ട് കാത്തിരിക്കുകയും ചെയ്യണം. അത് രണ്ടും നിങ്ങൾ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ട്രാവൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തായിരിക്കില്ല, കുറച്ച് ട്രാവൽ ചെയ്ത് പോകേണ്ട അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഓഫർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ. പക്ഷേ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ആയിരിക്കില്ല, കുറച്ച് ദൂരെ ആയിരിക്കും. അതാണ് വർക്കഹോളിക് ആയിരിക്കും നിങ്ങൾ എന്ന് പറയാൻ കാരണം.
ഇവിടെ എന്തായാലും നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിൽ ഫെയ്ത്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് തോന്നും ഭയങ്കരമായിട്ട് വർക്ക് ലോഡാണ് എനിക്കുള്ളത് എന്ന്. പക്ഷേ പതുക്കെ പതുക്കെ എല്ലാം സ്മൂത്ത് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എക്സ്പേർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര തന്നെ ജോലി നിങ്ങളുടെ കയ്യിൽ വന്നാലും ക്ക് ഒരു ഭാരവും ഉണ്ടാവത്തില്ല. ഞാനിത് എക്സ്പേർട്ട് ആയല്ലോ ഇതിൽ, പിന്നെ എനിക്കെന്താ ഭാരം, ഞാൻ ഈസി ആയിട്ട് ചെയ്യും എന്നുള്ള മൈൻഡ് വരും. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും, പിന്നെ പിന്നെ നിങ്ങൾക്ക് ഈസി ആകും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ നടക്കാൻ പോകുന്ന ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല ട്രാൻസ്ഫർമേഷനാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കയ്യിൽ പൈസ ഉണ്ടാകും. പല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ നിറവേറ്റാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകും നിങ്ങൾക്കൊരു ജോലി ഉണ്ടാകുമ്പോൾ. ഇവിടെ പല കാര്യങ്ങളിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിൽ മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ വർക്കഹോളിക് ആകുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ വീണ്ടും ഹെൽത്ത് മോശമാവും. അതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയുകയാണ്, ഹെൽത്ത് നല്ലതാവാൻ പോകുകയാണ്, പക്ഷേ അതേപോലെ മോശമാവുകയും ചെയ്യും നിങ്ങൾ ഹെൽത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ. അപ്പോൾ എന്തായാലും ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു അധികാരം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം കൈയടക്കിയിട്ട് വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം ഉണ്ടാവുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ ആരൊക്കെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരും ഇതേപോലെ തെറ്റുകാരായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ആലോചിക്കുന്നില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണ് എന്ന്. ഉറപ്പായിട്ടും അവർക്കും ഇതേ സെയിം അവസ്ഥ തന്നെ ഉണ്ടാകും. അവർ ചെയ്ത കർമ്മഫലത്തിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കേണ്ടി തന്നെ വരും. ഇവിടെ എന്തായാലും ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഫേവറായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ എന്തെങ്കിലും തീരുമാനം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങൾ ഭയങ്കര ധർമ്മസങ്കടത്തിലാണ് ആ ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ ഇവിടെ 50-50 അങ്ങനെ ഒരു മൈൻഡായിരിക്കും നിങ്ങളുടേത്. അപ്പോൾ നിങ്ങൾ എന്ത് തീരുമാനമാണോ എടുക്കാൻ പോകുന്നത് അതിൽ എന്ത് ധർമ്മസങ്കടം വന്നാലും ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു എന്താണോ പ്രശ്നം അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, സംശയം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ലഭിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യണം വേണ്ട, എന്ത് നിങ്ങൾക്ക് വേണ്ടി നല്ലത്, എന്ത് നിങ്ങൾക്ക് വേണ്ടി മോശം, ഈ ഒരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ശരിയായ സമയത്ത് ശരിയായ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഒത്തിരി നിങ്ങളുടെ മുന്നിൽ വരും, പക്ഷേ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 50-50 ചാൻസ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗൈഡൻസ് ലഭിച്ചെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കാമായിരുന്നു എന്ന്. അങ്ങനെ ഒരു ഗൈഡൻസ് 15 ദിവസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ വർക്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഏതോ ഒരു വ്യക്തി ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഠിനാധ്വാനം പാഴായി പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നത്. സെക്കൻഡ്, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വർക്കിൽ ആൾക്കാർ ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെപ്പോലെ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു 15 ദിവസത്തിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ബൂസ്റ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറച്ച് ബാക്ക് പെയിനൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ വർക്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കയ്യിലും കാലിലും വേദന, തരിപ്പ്, ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക, ഇതൊക്കെ ഉണ്ടാകും ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ. അത് മാക്സിമം ഈ വർക്ക് ലോഡിൻ്റെ ആ ഒരു പ്രഷർ കൊണ്ട് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ അത് നല്ലതായിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ എത്ര വർക്ക് ലോഡ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ IQ ലെവൽ വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ എന്നാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ വർക്കിൽ. എന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ കയ്യിൽ പരിഹാരമുണ്ട്. അതായത് നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ബൾബ് കത്തത്തില്ലേ തലച്ചോറിൽ, അതേപോലെ പെട്ടെന്ന് ഒരു കത്തലുണ്ടാകും. എന്ത് പരിഹാരം ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ ചോദിച്ചാലും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവരുടെ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളെ ആൾക്കാർ പുകഴ്ത്തി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.